മീനച്ചിലാറ് നീന്തിക്കിടക്കുന്ന കാറ്റിൻ്റെ ചിലമ്പൽ പോലെ ശബ്ദം. ക്ഷോഭസ്തോഭം നിറഞ്ഞ കണ്ണുകൾ, കവിളുകളിലേക്ക് ഊർന്നിറങ്ങിയ കൃതാവ്, നെഞ്ചു വിരിച്ചുള്ള നിൽപ്പ്. തിരുവല്ലക്കാരനായ ആ യുവ സൈനികൻ സിനിമയിൽ MG സോമൻ എന്ന മേൽവിലാസം സ്വയം സൃഷ്ടിക്കുകയായിരുന്നു. ലേലത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന കഥാപാത്രമായ ആനക്കാട്ടിൽ ഈപ്പച്ചൻ പറയുന്നുണ്ട്, യെസ് ഐ ആം ഔട്ട്സ്പോക്കൻ എന്ന്. സിനിമയ്ക്ക് പുറത്തും MG സോമൻ അതായിരുന്നു. എന്തും തുറന്നു പറയുന്ന തൻ്റെ ഇടമുള്ള തിരുവല്ലക്കാരൻ. 1970-കളിൽ സുകുമാരൻ, ജയൻ എന്നിവരോടൊപ്പം മലയാള ചലച്ചിത്രങ്ങളിൽ നായികവേഷം കൈകാര്യം ചെയ്ത നടനായിരുന്നു MG സോമൻ. 24 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഏകദേശം 400ഓളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. വടക്കേ അമേരിക്കയിൽ ചിത്രീകരിച്ച ഏഴാം കടലിനക്കരെ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി നായകനായി അദ്ദേഹം എത്തിയത്. തിരുവല്ല തിരുമൂലപുരം മണ്ണടിപ്പറമ്പിൽ KN ഗോവിന്ദപ്പണിക്കരുടെയും PK ഭവാനിയമ്മയുടെയും മകനായി 1941 സെപ്റ്റംബർ 28-നാണ് MG സോമശേഖരൻ നായർ എന്ന MG സോമൻ ജനിച്ചത്. വിദ്യാഭ്യാസത്തിനു ശേഷം 20 വയസ്സ് തികയുന്നതിന് മുൻപ് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് ചേർന്നു. വ്യോമസേനയിൽ 9 വർഷത്തെ സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷമാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കടന്നത്. ഇരുവള്ളിപ്ര സെൻറ് തോമസ് ഹൈസ്കൂളിലും ചങ്ങനാശ്ശേരി SB കോളേജിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. സുജാതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. സോമൻ ചലച്ചിത്ര രംഗത്ത് വരുന്നതിന് മുൻപ് 1968-ലായിരുന്നു ഇവരുടെ വിവാഹം. സോമന് ഒരു മകനും മകളുമുണ്ട്. മകൾ സിന്ധു കുടുംബമായി കഴിയുന്നു. മകൻ സജി സോമൻ ഏതാനും ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെയാണ് MG സോമൻ അഭിനയം ആരംഭിച്ചത്. 1970-ൽ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിച്ച സോമൻ 1972 മുതൽ നാടകരംഗത്തുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ സംഘത്തിലും കായംകുളം കേരള ആർട്സ് തിയേറ്ററിലും സജീവമായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച ഗായത്രി എന്ന സിനിമയിലെ വേഷത്തിന് ആളെ തിരയുന്ന സമയത്ത് കേരള ആർട്സ് തിയേറ്റേഴ്സിൻ്റെ രാമരാജ്യം എന്ന നാടകം കണ്ട മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ഭാര്യ വേണിയാണ് ഈ ചിത്രത്തിൽ സോമനെ നായകനായി നിർദ്ദേശിച്ചത്. 1973-ൽ റിലീസായ ഗായത്രിയിൽ ദിനേശ് എന്ന പേരിലാണ് സോമൻ അഭിനയിച്ചത്. രാജാമണി എന്ന നിഷേധിയായ ബ്രാഹ്മണ യുവാവിൻ്റെ വേഷമാണ് ചിത്രത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത്. ചുക്ക്, മാധവിക്കുട്ടി എന്നീ സിനിമകളിലും അതേ വർഷം സോമൻ അഭിനയിച്ചു. 1975-ൽ സഹനടനുള്ള സംസ്ഥാന അവാർഡും 1976-ൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹം നേടി. 1977-ൽ മാത്രം 47 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ചട്ടക്കാരിയിലെ റിച്ചാർഡ്, ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിലെ വിശ്വനാഥൻ, രാസലീലയിലെ ദത്തൻ നമ്പൂതിരി, തുറമുഖത്തിലെ ഹംസ, രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി, അനുഭവത്തിലെ ബോസ്കോ, ഒരു വിളിപ്പാടകലയിലെ മേജർ, വന്ദനത്തിലെ കമ്മീഷണർ, നമ്പർ 20 മദ്രാസ് മെയിലിലെ RK നായർ, ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ തുടങ്ങി അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അവിസ്മരണീയങ്ങളായിരുന്നു. ജയനെ ജനകീയ നടനാക്കി തീർത്ത IV ശശി സംവിധാനം ചെയ്ത അങ്ങാടി എന്ന ചിത്രത്തിലെ നായകനായി സോമനെയായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. IV ശശിയും സോമനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് നായകസ്ഥാനത്ത് ജയൻ വന്നു. അതേ തുടർന്ന് വളരെ കാലം ശശി ചിത്രങ്ങളിൽ സോമന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഏറെക്കാലത്തിന് ശേഷം കമലഹാസൻ നായകനായി അഭിനയിച്ച വൃതം എന്ന ചിത്രത്തിലെ സഹനടന്റെ വേഷം ചെയ്തുകൊണ്ട് വീണ്ടും IV ശശി ചിത്രങ്ങളിൽ സോമൻ സജീവമായി. MGRനൊപ്പം നാളെ നമതേ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാനും ടെലിവിഷൻ പരമ്പരകളിലും സോമൻ അഭിനയിച്ചു. ജോൺ പോളിനൊപ്പം ഭൂമിക എന്ന ചിത്രം നിർമ്മിച്ചു. MG സോമൻ അവസാനമായി അഭിനയിച്ച ചിത്രമാണ് ലേലം. രഞ്ജി പണിക്കരുടെ രചനയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 1997-ൽ റിലീസ് ചെയ്ത ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ വളരെയേറെ കയ്യടി നേടിക്കൊടുത്തു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം. 1997 ഡിസംബർ 12 വൈകിട്ട് എറണാകുളം PVS ആശുപത്രിയിൽ വെച്ചാണ് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് MG സോമൻ അന്തരിക്കുന്നത്. 1997 നവംബർ 12-നാണ് MG സോമൻ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നത്. കൃത്യം 1 മാസം നീണ്ട ആശുപത്രിവാസം.
ഡിസംബർ 12-ന് മരണം. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. MG സോമൻ്റെ ഭാര്യ സുജാതയുടെ വാക്കുകൾ. ഉല്ലാസം നിറഞ്ഞ ഒരു തീവണ്ടി യാത്രയ്ക്കിടയിലാണ് രോഗം അദ്ദേഹത്തെ ഉലച്ചു തുടങ്ങിയത്. ലേലം തിയേറ്ററിലെത്തുന്ന സമയത്ത് ഞങ്ങളുടെ മകൾ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു. അവൾ ഭർത്താവിനൊപ്പം ജമ്മുവിലാണ്. അവിടെ പോയി മകളെ കാണാൻ ഒരാഗ്രഹം. തീവണ്ടിയിൽ തന്നെ പോകണമെന്ന വാശിയായിരുന്നു അദ്ദേഹത്തിന്. എയർഫോഴ്സിൽ ജോലി ചെയ്ത സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് തീവണ്ടി പോകുന്നത്. ആ സ്ഥലങ്ങൾ വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ടാകാം. യാത്രയിൽ അദ്ദേഹത്തിന് പതിവില്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. കാലിലൊക്കെ നീരും. ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ജമ്മുവിലെത്തി ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായി. മടങ്ങി വന്ന് എറണാകുളത്ത് PVSൽ കാണിക്കാമെന്നായി അദ്ദേഹം. അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനൊക്കെ പ്രയാസമാണ്. PJ കുര്യൻ സാറിൻ്റെ സഹായത്തിൽ ടിക്കറ്റ് തരപ്പെടുത്തി എറണാകുളത്ത് വന്ന് PVSൽ അഡ്മിറ്റായി. പുറത്ത് ലേലത്തിൻ്റെ വിജയാഘോഷം നടക്കുന്നു. സോമേട്ടൻ്റെ ശരീരം ക്ഷീണിച്ച് മുഖമൊക്കെ ഇരുണ്ടിട്ടുണ്ട്. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. കുറച്ച് ദിവസത്തിനകം സ്ഥിതി വഷളായി. ഒടുവിലെ 2-3 ദിവസം ഒന്നും മിണ്ടിയിട്ടില്ല. അതുവരെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്ന ആളാണ്. വയ്യ എന്നൊരു വാക്ക് സോമേട്ടൻ ഒരിക്കൽ പോലും പറയുന്നത് കേട്ടിട്ടില്ല. എൻ്റെ അറിവിൽ അതിനു മുൻപ് ഒരിക്കലും ആശുപത്രിയിൽ കിടന്നിട്ടുമില്ല. ഒടുവിൽ ഡിസംബർ 12-ന് അദ്ദേഹം യാത്രയായി. മലയാളിക്ക് അവിസ്മരണീയ കഥാപാത്രങ്ങളെ സമ്മാനിച്ച നടനാണ് MG സോമൻ. 4 നൂറ്റാണ്ടോളം ആരാധകരെ ഹരം കൊള്ളിച്ച നടൻ്റെ വേർപാട് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ് സൃഷ്ടിച്ചത്.